നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. നന്ദിപുരം മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി പൊള്ളലേറ്റ് മരിച്ച കേസിൽ ഭർത്തൃമാതാവും അറസ്റ്റിലായി. കല്ലൂർ പാലക്കപ്പറമ്പിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം, 13 പവൻ സ്വർണം കവർന്നു. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലപ്പിള്ളിയിൽ പുലി ഇറങ്ങി പശുവിനെ കൊന്നു. മുപ്ലി ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലാണ് സംഭവം. ലോക എയ്ഡ്സ് ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. പാചകവാതക വില സിലിണ്ടറിനെ വീണ്ടും കുറച്ചു. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിൽ സൗജന്യ കേൾവി പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. നന്ദിപുരം മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി പൊള്ളലേറ്റു മരിച്ച സംഭവത്തിൽ ഭർത്തൃമാതാവും അറസ്റ്റിലായി. നന്ദിപുരം മാട്ടുമല സ്വദേശി മാക്കൂത്ത് വീട്ടിൽ 49 വയസ്സുള്ള രജനിയാണ് അറസ്റ്റിലായത്. രജനിയുടെ മകൻ ഷാറൂൺ മുൻപ് അറസ്റ്റിലായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഷാറൂണിന്റെ ഭാര്യയും വരന്തരപ്പള്ളി മനക്കലക്കടവ് വെളിയത്തപ്പറമ്പിൽ ഹരിദാസിന്റെ മകളുമായ അർച്ചന പൊള്ളലേറ്റു മരിച്ചത്. 20 വയസ്സുള്ള അർച്ചന 5 മാസം ഗർഭിണിയായിരുന്നു. ഭർത്തൃവീട്ടുകാരുടെ പീഡനം, സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ചാലക്കുടി DVSP VK രാജുവിന്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം. അറസ്റ്റിലായ രജനിയെ റിമാൻഡ് ചെയ്തു. മകൻ ഷാറൂണും റിമാൻഡിലാണ്. കല്ലൂർ പാലക്കപ്പറമ്പിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം, 13 പവൻ സ്വർണം കവർന്നു. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുന്നത്തുപറമ്പിൽ ദിവ്യയുടെ സ്വർണമാണ് മോഷണം പോയത്. ഞായറാഴ്ച കുടുംബം ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിന് പോയിരുന്നു. തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് അലമാരയിൽ സൂക്ഷിച്ച സ്വർണം മോഷണം പോയി വിവരം അറിയുന്നത്. തുടർന്ന് ദിവ്യ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയി വരുമ്പോൾ എൻ്റെ ഗോൾഡ് അലമാരയിൽ വെച്ചിരുന്നു. അത് നോക്കിയപ്പോൾ കാണുന്നില്ല. അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കുകയും അവർ വന്ന് നോക്കുകയും ചെയ്തു. ഒരു 13 പവൻ ഗോൾഡ് ഒരു ബോക്സിലാക്കിയാണ് വെച്ചിരുന്നത്. അത് കാണുന്നില്ല. പാലപ്പിള്ളിയിൽ പുലി ഇറങ്ങി പശുവിനെ കൊന്നു. മുപ്ലി ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലാണ് സംഭവം. മുപ്ലി സ്വദേശി കരിമ്പരക്കൽ അലൈവിയുടെ പശുവിനെയാണ് പുലി ആക്രമിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. പശുവിന്റെ ജഡം പാതി ഭക്ഷിച്ച നിലയിലാണ്. വെള്ളിക്കുളകര വനവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. പാചകവാതക വില സിലിണ്ടറിന്റെ വീണ്ടും കുറച്ചു. വാണിജ്യാവശ്യത്തിനുള്ള 19 കിലോഗ്രാം സിലിണ്ടറിന് 10 കമ്പനികൾ LPG സിലിണ്ടർ വില കുറച്ചു. കഴിഞ്ഞ മാസം 1-ന് വാണിജ്യ LPG സിലിണ്ടറിന് 5 രൂപ കുറച്ചിരുന്നു. കൊച്ചിയിൽ 1587 രൂപ, തിരുവനന്തപുരത്ത് 1608 രൂപ, കോഴിക്കോട് 1619.5 രൂപ എന്നിങ്ങനെയാണ് പുതുക്കിയ വില. വാണിജ്യ LPG സിലിണ്ടർ വില കുറച്ച തീരുമാനം ഹോട്ടൽ, റെസ്റ്റോറന്റ്, തട്ടുകടകൾ തുടങ്ങിയവയ്ക്ക് നേട്ടമാകും. അതേസമയം ഗാർഹിക LPG സിലിണ്ടർ വില കുറയ്ക്കാൻ എണ്ണ കമ്പനികൾ തയ്യാറായിട്ടില്ല. ഗാർഹിക സിലിണ്ടറിന് ഏറ്റവും ഒടുവിൽ വില പരിഷ്കരിച്ചത് 2024 മാർച്ച് 8-നാണ്. ലോക എയ്ഡ്സ് ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് മുഖ്യാതിഥിയായി. ജില്ലയിലെ വിവിധ കോളേജുകളിലെ NSS വോളണ്ടിയർമാർ, റെഡ് റിബൺ ക്ലബ് അംഗങ്ങൾ എന്നിവർ അണിനിരക്കുന്ന വിളംബര റാലിയോടുകൂടിയാണ് ജില്ലാതല പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തൃശൂർ സർക്കിൾ ഇൻസ്പെക്ടർ MJ ജിജോ വിളംബര റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ സംഘടിപ്പിച്ച ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനത്തിൽ ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ സന്ദേശം നൽകി. സെന്റ് മേരീസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മീന K ചെറുവത്തൂർ പ്രതിജ്ഞ ചൊല്ലി. ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ CM ശ്രീജ, ജില്ലാ നഴ്സിംഗ് ഓഫീസർ MS ഷീജ, ടെക്നിക്കൽ അസിസ്റ്റന്റ് K ഗോപകുമാർ, NSS പ്രോഗ്രാം ജില്ലാ കോർഡിനേറ്റർ രഞ്ജിത്ത് വർഗീസ്, ഡോക്ടർ മേബിൾ മെർലിൻ, ജിജി ഫ്രാൻസിസ്, M സപ്ന രാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. HIV ബോധവൽക്കരണ ഭാഗത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രതിസന്ധികളെ അതിജീവിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. ദിനാചരണത്തിന്റെ മുന്നോടിയായി ഞായറാഴ്ച സിനി ആർട്ടിസ്റ്റും
കാരിക്കേച്ചറിസ്റ്റും അവതാരകനുമായ ജയരാജ് വാര്യർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലെ തെക്കേ ഗോപുരനടയിൽ റെഡ് റിബൺ ആകൃതിയിൽ ദീപം തെളിയിച്ചു. ഇനി ബിസിനസ് ന്യൂസ്. രുചിയുടെ പെരുമയും കൈപുണ്യത്തിന്റെ പരിശുദ്ധിയുമായി വരാക്കര കാളക്കല്ല ടർഫിനു സമീപം MPR ബേക്കറി പ്രവർത്തനം ആരംഭിച്ചു. MPR ബേക്കറിയുടെ ആശീർവാദ കർമ്മം വരാക്കര സൗത്ത് പള്ളി വികാരി ഫാദർ ജെയ്സൺ ചിറ്റിൽപ്പള്ളി നിർവഹിച്ചു. ഏറ്റവും രുചികരവും ഗുണമേന്മയുള്ളതുമായ വിഭവങ്ങൾ കുറഞ്ഞ വിലയിൽ MPR ലഭ്യമാക്കുമെന്ന് സ്ഥാപന ഉടമ MR ഷാജു പറഞ്ഞു. ബേക്കറി ഐറ്റംസുകൾക്കൊപ്പം വിവിധതരം കേക്കുകൾ, ജ്യൂസ്, ഷെയ്ക്കുകൾ, സ്നാക്സുകൾ, ടീ ആൻഡ് കോഫി എന്നിവ ഇവിടെ ലഭ്യമാക്കും. സ്വീറ്റ്സുകളുടെ വലിയൊരു കലവറ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ ബേക്കിലും സ്നേഹത്തിന്റെ സ്പർശം. സന്ദർശിക്കുക MPR ബേക്കറി, കാളക്കല്ല് ടർഫിന് സമീപം, വരാക്കര. ഫോൺ 7514766033. മറ്റൊരു നമ്പർ 9496376033. പുതുക്കാടിന് പുതിയ രുചികളുടെ ഭക്ഷണ കലവറയുമായി PKD കഫേ ആൻഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു. പുതുക്കാടിന് പുതിയ രുചികളുടെ ഭക്ഷണ കലവറയുമായി PKD കഫേ ആൻഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു. പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനു സമീപം ആരംഭിച്ച PKD കഫേ ആൻഡ് റെസ്റ്റോറന്റിന്റെ ആശീർവാദം പുതുക്കാട് ഫൊറോന പള്ളി വികാരി ഫാദർ പോൾ തേക്കാലത്ത് നിർവഹിച്ചു. തുടർന്ന് പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുതുക്കാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ, CJ കുര്യാക്കോസ് ചൂണ്ടക്കാട്ടിൽ, പ്രൊപ്പറേറ്റർ ജോസ് നീലങ്കാവിൽ എന്നിവർ സന്നിഹിതരായി. ലാലെ കുര്യാക്കോസ് ആദ്യ വിൽപ്പന നടത്തി. ജ്യൂസ്, ഷേക്ക്, ടീ ആൻഡ് കോഫി, ബ്രേക്ക്ഫാസ്റ്റ്, ഗീ റോസ്റ്റ്, മസാല ദോശ, ബിരിയാണി തുടങ്ങി എല്ലാവിധ വിഭവങ്ങളും PKD കഫേ ആൻഡ് റെസ്റ്റോറന്റിൽ ലഭ്യമാണ്. മികച്ച ഗുണമേന്മയുള്ള ഭക്ഷണവും ബേക്കറി ഐറ്റങ്ങളും ഒരുമിച്ച് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. പ്രഭാത ഭക്ഷണം മുതൽ വൈകുന്നേരത്തെ സ്നാക്കുകൾ വരെ വൈവിധ്യമാർന്ന മെനുവാണ് ഇവിടെയുള്ളത്. കൂടാതെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഭക്ഷണം രുചികരമായി തയ്യാറാക്കി നൽകുന്നു. പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നതാണ്. റെസ്റ്റോറൻറ്റ്സ് എന്ന നിലയിലുള്ള ഒരു നല്ല ചെറിയ സ്ഥാപനം ഇവിടെ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ പുതുക്കാടിൻ്റെ ഹൃദയഭാഗം എന്ന് പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു എല്ലാ നിലയിലുള്ളൊരു ജംഗ്ഷനിലാണ് ഇവിടെ ഈ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത്. ഇനി നമ്മളുടെ ഈ റോഡ് നിർമ്മാണമൊക്കെ പൂർത്തീകരിക്കുന്നതോടുകൂടി ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് മാറുന്ന ഒരിടം കൂടിയാണ് ഈ ഇടം. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ മീറ്റിങ്ങുകളൊക്കെ ധാരാളം നടത്തുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ഇവിടെയാണ് CPM കൊടകര ഏരിയ കമ്മിറ്റി ഓഫീസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ ഓരോ ദിവസവും പലതരത്തിലുള്ള മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ ഞങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരെ, കുടുംബാംഗങ്ങളെ, ഏറെ സ്നേഹമുള്ള നാട്ടുകാരെ, അഭ്യുദയകാംക്ഷികളെ, ഇന്ന് ഡിസംബർ 1 തീയതി നമ്മുടെ ഈ സെൻറ് ആന്റണീസ് ഫൊറോന പള്ളിയുടെ തിരുമുറ്റത്ത് എന്ന് പറയാം, നമ്മളിന്നൊരു PKD ഹോട്ടലിൽ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ദേശത്തിൻ്റെയൊക്കെ വളർച്ച എന്ന് പറയുന്നത് പുതിയ പുതിയ സ്ഥാപനങ്ങൾ, നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ വരുമ്പോഴാണ് ആ ദേശവും ആ പ്രദേശമൊക്കെ വളർന്ന് പന്തലിച്ച് വളരുക. അപ്പം എന്തായാലും ഈ നല്ല ദിവസം. നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിലെ ഒരു PKD കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന ഒരു ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുകയാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ലൈവ് ഫുഡ്, ദോശ, ഇഡ്ഡലി, വട എല്ലാം നമ്മളിവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത് ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മളുടെ സേവനം ഫ്രൂട്ട്സ്, ജ്യൂസ്, ഷേക്ക്,
കരിക്ക് എന്ന് വേണ്ട ഒരു മാതിരി ഐറ്റംസൊക്കെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരുടെയും ആവശ്യപ്രകാരം നമ്മൾ അവരവരുടെ ഡോർ ഡെലിവറിയും സംവിധാനവും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പുതുക്കാട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നാടുമാണ്. എൻ്റെ ഒരുപാട് കാലമായി സ്നേഹിച്ചിട്ട് ഇതുവരെയും നമ്മൾ വളരെയധികം താല്പര്യമുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെയാണ് ഞാൻ PKD കഫേ എന്ന് ഇടാൻ കാരണം. അതായത് പുതുക്കാട്, ഐ ലവ് പുതുക്കാട്, അതാണ് ഈ PKDയുടെ അർത്ഥം തന്നെ. ഞാൻ ഒരുപാട് പുതുക്കാടിനെ സ്നേഹിക്കുന്നു. രുചിയുടെ കലവറയുമായി PKD കഫേ ആൻഡ് റെസ്റ്റോറന്റ്, സിഗ്നൽ ജംഗ്ഷനു സമീപം, പുതുക്കാട്. ഫോൺ 9400901165. ഹോം ഡെലിവറിക്കായി 9496350165 എന്ന നമ്പറിൽ വിളിക്കുക. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ സെന്റ് വിൻസെന്റ് പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ സൗജന്യ കേൾവി പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടകര ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ലിൻഡോ കാരക്കാടൻ ഉദ്ഘാടനം ചെയ്തു. വിൻസെന്റ് പോൾ സംഘടന പ്രസിഡന്റ് ഷാജി കാളിയങ്കര അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി ഡിജി ജോയ്, ട്രഷറർ ജോർജ് മംഗലൻ എന്നിവർ സംസാരിച്ചു. കൊടകരയിലെ ഹിയർ ലൈഫ് ഓഡിയോളജി സ്പീച്ച് തെറാപ്പി സെന്ററിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. നന്ദിപുരം നോർത്ത് സെന്റ് മേരീസ് പള്ളിയിലെ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾ ക്രിസ്തു രാജത്വ തിരുനാൾ ആഘോഷിച്ചു. പരിപാടിയോടനുബന്ധിച്ച് റാലിയും സംഘടിപ്പിച്ചു. വികാരി ഫാദർ മേജോ മാങ്ങാട്ടിളിയൻ സന്ദേശം നൽകി. പ്രിൻസിപ്പൽ ആന്റണി പൂങ്കാവനം, സെക്രട്ടറി ബിജു അമ്പഴക്കാടൻ, ട്രഷറർ NP ജോയ് എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ കായികമേള ഇൻഫിനിറ്റോ 2025 സംഘടിപ്പിച്ചു. കായിക അധ്യാപകനും ഇന്ത്യൻ അത്ലറ്റ് ലെവൽ 1 ടെക്നിക്കൽ ഒഫീഷ്യലുമായ UP ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, സ്കൂൾ സ്പോർട്സ് ക്യാപ്റ്റൻ ഇഷാൻ കൃഷ്ണ K ജലീഷിന് ദീപശിഖ കൈമാറിക്കൊണ്ട് പരിപാടിക്ക് തുടക്കം കുറിച്ചു. മാനേജർ C രാഗേഷ്, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, TC തിലകൻ എന്നിവർ സന്നിഹിതരായി. Young, talented, energetic athletes. A warm good morning to all. Namaste. As the welcome address our General Captain told, today is the prestigious event of our school. സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സ്വർണ്ണവിലയിൽ വർധന രേഖപ്പെടുത്തുകയാണ്. 1 ഗ്രാം സ്വർണത്തിന് 60 രൂപയുടെ വർധനവാണ് തിങ്കളാഴ്ച രേഖപ്പെടുത്തിയത്. 11,960 രൂപയായാണ് ഗ്രാമിന്റെ വില വർദ്ധിച്ചത്. പവന്റെ വിലയിൽ 480 രൂപയുടെ വർധനവുണ്ടായി. 95,680 രൂപയായാണ് പവന്റെ വില ഉയർന്നത്. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവും RBIയും പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയാണ് സ്വർണത്തിന് കരുത്താകുന്നത്. പലിശ നിരക്ക് നിശ്ചയിക്കാൻ RBI ഡിസംബർ 3, 4 തീയതികളിൽ യോഗം ചേരുന്നുണ്ട്. ഡിസംബർ 9, 10 തീയതികളിലായാണ് പലിശ നിരക്ക് നിർണ്ണയിക്കാനുള്ള ഫെഡറൽ റിസർവിന്റെ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി യോഗം. ഇനി കാണാം ഇൻഫോടോക്ക്. പോഷകങ്ങളുടെ ഒരു കലവറയാണ് ബദാം. ബദാം പതിവായി കഴിക്കുന്നത് ഹൃദ്രോഗ സാധ്യത മുതൽ ശരീരഭാരം നിയന്ത്രിക്കാൻ വരെ സഹായിക്കും. റിപ്പോർട്ട് കാണാം. പോഷകങ്ങളുടെ ഒരു കലവറയാണ് ബദാം. ബദാം പതിവായി കഴിക്കുന്നത് ഹൃദ്രോഗ സാധ്യത മുതൽ ശരീരഭാരം നിയന്ത്രിക്കാൻ വരെ സഹായിക്കും. ആന്റി ഓക്സിഡന്റുകൾ, ആരോഗ്യകരമായ കൊഴുപ്പ്, മഗ്നീഷ്യം, കാൽഷ്യം തുടങ്ങിയ ശരീരത്തിന് ആവശ്യം വേണ്ട പോഷകങ്ങൾ ബദാമിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ബദാമിൽ വിറ്റാമിൻ E പോലുള്ള ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ E ശരീരത്തെ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇത് അകാല വാർദ്ധക്യ ലക്ഷണങ്ങൾ കുറയ്ക്കാനും കോശങ്ങൾ നശിക്കുന്നത് തടയാനും സഹായിക്കും. മാത്രമല്ല വിറ്റാമിൻ E പ്രതിരോധ സംവിധാനത്തെ മെച്ചപ്പെടുത്തും. ബദാം മോണോസാച്ചുറേറ്റഡ്, പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകളുടെ, അതായത് ആരോഗ്യകരമായ കൊഴുപ്പുകളുടെ മികച്ച ഉറവിടമാണ്. ഇത് രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. കുടലിലെ നല്ല ബാക്ടീരിയകളെ പ്രോത്സാഹിപ്പിക്കാൻ ബദാമിന് കഴിയും. എന്നിരുന്നാലും ബദാം കഴിക്കുന്നതിലും വേണം ചില നിയന്ത്രണങ്ങൾ. ബദാം ഒരു ദിവസം 6 മുതൽ 8 എണ്ണത്തിൽ കൂടുതൽ കഴിക്കരുത്. നട്ട്സ് അലർജി, വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ബദാം കഴിക്കുന്നത് ഒഴിവാക്കണം. റോസ്റ്റ് ചെയ്ത ബദാം അല്ലെങ്കിൽ ഉപ്പ് ചേർത്ത ബദാം ഒക്കെ രുചികരമെന്ന് തോന്നാം, എന്നാൽ ഇവ ആരോഗ്യകരമല്ല.
തണുത്തതും വരണ്ടതുമായ സ്ഥലത്ത് വായു കടക്കാത്ത പാത്രത്തിൽ വേണം ബദാം സൂക്ഷിക്കാൻ. പരമാവധി നേട്ടം ലഭിക്കുന്നതിന് ബദാം ദിവസവും പരിമിതമായ അളവിൽ കഴിക്കണം. ഇനി കാലാവസ്ഥ. കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 23 ഡിഗ്രി സെൽഷ്യസ്. കെൽട്രോണിൽ മാധ്യമ പഠനത്തിനുള്ള 2025-26 വർഷത്തെ ബാച്ചുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട് കെൽട്രോൺ കേന്ദ്രങ്ങളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. ഡിഗ്രി +2 യോഗ്യതയുള്ളവർക്ക് നേരിട്ട് കെൽട്രോൺ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രവേശനം നേടാം. താൽപര്യമുള്ളവർ ഡിസംബർ 12-നുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9544 958 182 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,960 രൂപ, പവന് 95,680 രൂപ. കല്ലൂർ നായരങ്ങാടി മംഗലത്ത് മണികണ്ഠൻ അന്തരിച്ചു. 45 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുതുക്കാട് പുതുശ്ശേരി പരേതനായ ബാബു ഭാര്യ ലീല അന്തരിച്ചു. 57 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. നന്ദിക്കര കുണ്ടായിൽ ഗംഗാധരൻ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ സരോജിനിയാണ് ഭാര്യ. സജിത്, സന്തോഷ്, സജിത, സന്ധ്യ എന്നിവർ മക്കളും. വിജി, ധന്യ, ലഘുലാൽ, പരേതനായ ഷാജൻ എന്നിവർ മരുമക്കളുമാണ്. കോരനോടി പുത്തൻ വീട്ടിൽ നാണുനായർ ഭാര്യ സരോജിനിയമ്മ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വരന്തരപ്പള്ളി കോരനോടി കുരുമ്പേലിൽ ജോർജ് അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പറപ്പൂക്കര തെക്കേക്കര വടക്കേത്തല ജോബി അന്തരിച്ചു. 51 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നന്ദിപുരം മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി പൊള്ളലേറ്റ് മരിച്ച കേസിൽ ഭർത്തൃമാതാവും അറസ്റ്റിലായി. കല്ലൂർ പാലക്കപ്പറമ്പിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം, 13 പവൻ സ്വർണം കവർന്നു. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. മുപ്ലി ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലാണ് സംഭവം. ലോക എയ്ഡ്സ് ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. പാചകവാതക വില സിലിണ്ടറിനെ വീണ്ടും കുറച്ചു. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിൽ സൗജന്യ കേൾവി പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.